ഹലോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫിൻ്റെ കല്യാണമാണ് കേട്ടോ. സൺഡേ ആണ് കേട്ടത്, ഞായറാഴ്ച. അപ്പോൾ ഞാൻ കല്യാണത്തിന് മുമ്പ് ഇവന്മാരെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. ഇവന്മാരെ ബസ്സിൽ കൊണ്ടുപോകുമ്പോൾ കുറേ വീഡിയോസൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവിടുന്ന് ബസ് കയറി ഇടവണ്ണ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബസ് കയറുന്ന വീഡിയോസും കാരണം എടുക്കാൻ കഴിയില്ല. എന്നിട്ട് ഇവിടുന്ന് മിഠായി വാങ്ങിത്തരാത്തിന് അലമ്പ് കാട്ടി. അവൻ അത്രയും ദൂരെയായിട്ടുള്ളത്, ഒരുപാട് ദൂരേക്ക് നടന്നു പോയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ബസ് കയറി. പിന്നെ ബസ്സിൽ നിന്ന് സീറ്റ് കിട്ടിയതുകൊണ്ട് ചെറുതായിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടത്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ കല്യാണത്തിന് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി. കാരണം അവിടെ നിന്ന് കുറച്ച് പേര് കൂടെ വരാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും കുറച്ചും കൂടി സമയമുണ്ടല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് അവിടെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് മോനെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ പിന്നെ കല്യാണത്തിന് പോകാനുള്ളതിനെ കൊണ്ട് തന്നെ യൂണിഫോം ചേഞ്ച് ചെയ്തിട്ടില്ല, ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പോകാനുള്ളവരൊക്കെ റെഡിയായി. അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടും ഇതേപോലെ ബസ്സിലൊക്കെ താണ്ടി വന്നതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ അവിടെ എത്തി, കല്യാണ വീട്ടിലെത്തി. നമ്മൾ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. കല്യാണ പെണ്ണും റിലേറ്റീവ്സൊക്കെ ഭയങ്കര വീഡിയോ ഷൂട്ടിങ്ങിലും ഫോട്ടോ പോസിങ്ങിലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കയറിയിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോസ് എടുത്തുതരാൻ ആരും ഉണ്ടായിരുന്നില്ല അന്നേരം. മക്കളെ കയ്യിൽ ഫോൺ കൊടുക്കാൻ ഞാൻ മറന്നിട്ടും പോയിട്ടോ. അവർ നല്ല ഫോട്ടോഷൂട്ടിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. പെണ്ണിനെയും കണ്ട് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് പോയി. നല്ല അടിപൊളി ടേസ്റ്റുള്ള വെജിറ്റബിൾ ബിരിയാണിയും ചിക്കൻ കടായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ എന്താ പറയുക, വിശപ്പൊക്കെ മാറി. പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് തിരിക്കാനായിട്ട് പോന്നു. പുറത്തിറങ്ങിയിട്ട് കഴുകി നമ്മൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.